തൃശൂരിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ ടി.എൻ. പ്രതാപനും ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം പരസ്യമായി പോരിനിറങ്ങി. ഡി.സി.സി. ഓഫീസിന് മുന്നിൽ ഇരുവർക്കുമെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വള്ളൂർ മീഡിയ വണിനോട് പറഞ്ഞു. കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം നീക്കം ആരംഭിച്ചു. ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വള്ളൂരും ടി.എൻ. പ്രതാപനുമാണ് മുരളീധരനെ തോൽപ്പിച്ചതെന്ന് കാട്ടി തൃശൂർ നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രതാപന് ഇനി സീറ്റില്ലെന്നും ജോസ് വള്ളൂർ ഡി.സി.സി. അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്നുമാണ് പോസ്റ്ററിലുള്ളത്. പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സംഘപരിവാറിന് നട തുറന്നുകൊടുത്തതിന്റെ ഉത്തരവാദിത്തം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും കെ.പി.സി.സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ടി.എൻ. പ്രതാപനടങ്ങുന്ന നെക്സസിനാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വള്ളൂർ തൃശൂരിൽ CPM-ഉം BJP-യും തമ്മിൽ ഡീൽ നടന്നിട്ടുണ്ടെന്ന ആരോപണവും ഉന്നയിച്ചു. ശ്രീ കെ മുരളീധരന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു, DCC ഏറ്റെടുക്കുന്നു. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കാനിടയായതിന്റെ സാഹചര്യം CPM ഉണ്ടാക്കിയ ഡീൽ തന്നെയാണ്, ഒരു സംശയവും വേണം. തൃശൂരിലെ സംഘടനാ പ്രശ്നങ്ങൾ തോൽവിയിലേക്ക് നയിച്ചുവെന്ന ആരോപണം KPCC നേതൃത്വം പരിശോധിക്കും. മുരളീധരനുമായി മുതിർന്ന നേതാക്കൾ ആശയവിനിമയം നടത്തി. കെ മുരളീധരന്റെ അതൃപ്തി പരിഹരിക്കാൻ ആവശ്യമായ നടപടി വേണമെന്ന പൊതുനിലപാടിലേക്ക് മുതിർന്ന നേതാക്കൾ എത്തിയിട്ടുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തോ സംഘടനാ രംഗത്തോ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിഴവുകൾ ഉടനടി പഠിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ ഉണ്ടായിരിക്കും. KPCC അധ്യക്ഷൻ കെ മുരളീധരനുമായി നേരിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിരിക്കുന്ന തോന്നലുകൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരം ഏത് സന്ദർഭത്തിലും പ്രാവർത്തികമാക്കാൻ KPCC തയ്യാറാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. തൃശൂരിൽ സംഘടനാപരമായ അഴിച്ചുപണികൾ നടത്തി വിവാദത്തിൽ നിന്ന് തലയൂരാനാകും നേതൃത്വം ശ്രമിക്കുക. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 തൃശൂർ.